11 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരുദ്രയജ്ഞം 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. ക്ഷേത്ര ചൈതന്യത്തിന്റെയും ഗ്രാമചൈതന്യത്തിന്റെയും വർധനവിനായി വിപുലമായ ചടങ്ങുകളോടെയാണ് യജ്ഞം നടക്കുന്നത്. മെയ് 7-ന് മഹാരുദ്രയജ്ഞ ചടങ്ങുകൾ സമാപിക്കും. മഹാരുദ്രയജ്ഞം 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. 11 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാവിലെ എണ്ണ, പഞ്ചഗവ്യം, പഞ്ചാമൃതം, നെയ്, പാൽ, തൈര്, തേൻ, ചെറുനാരങ്ങ നീര്, കരിമ്പ് നീര്, ഇളനീര്, അഷ്ടഗന്ധജലം എന്നീ 11 ദ്രവ്യങ്ങൾ കലശകുടങ്ങളിൽ നിറച്ച് കലശപൂജ നടത്തും. തുടർന്ന് ഗുരുവായൂർ കീഴേടം രാമൻ നമ്പൂതിരി ശ്രീ രുദ്രജപയജ്ഞത്തിന് നേതൃത്വം നൽകും. ക്ഷേത്ര ചൈതന്യത്തിന്റെയും ഗ്രാമചൈതന്യത്തിന്റെയും വർധനവിനായി വിപുലമായ ചടങ്ങുകളോടുകൂടി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞം മണ്ഡപത്തിൽ വെച്ചാണ് ചടങ്ങുകളോടെ നടക്കുന്നത്. 11 വേദജ്ഞർ 11 തവണ ജപിക്കുന്ന ശ്രീരുദ്ര ജപത്തിനു ശേഷം കലശങ്ങൾ ക്ഷേത്രം തന്ത്രി ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതോടുകൂടി ഒരു ദിവസത്തെ രുദ്രയജ്ഞ ചടങ്ങുകൾ സമാപിക്കും. തുടർന്ന് എല്ലാ ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ യജ്ഞമണ്ഡപത്തിൽ ഭഗവത് സേവ നടന്നുവരുന്നു. മെയ് 7-ന് നടക്കുന്ന വസോർധാരയോടുകൂടി മഹാരുദ്രയജ്ഞ ചടങ്ങുകൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കി ഉറപ്പുവരുത്തും. മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടെ ആയാലോ? നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഗ്രോസറീസ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവാണുള്ളത്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലം ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം